മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുഖാമുഖം പരിപാടിയിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന അവതാരകയുടെ കമന്റിന് നിങ്ങൾ അടുത്ത ആളെ വിളിച്ചാൽ മതി, അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പോരുന്ന കാര്യമാണ്. അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പോരുന്ന കാര്യമാണ്. അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. എല്ലാവരും കാലത്ത് തന്നെ. പ്രശാന്ത് കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇതിനു മുൻപ് ഒരു മുഖാമുഖം പരിപാടിയിൽ കേരളത്തിലൊരു പ്രശസ്തനായ സിനിമാ പ്രവർത്തകനോടാണ് അല്പം കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇതിപ്പോൾ അവതാരക ഒരു എന്താ പറയുക, ഒരു ആലങ്കാരികമായ ഒരു സന്തോഷം പങ്കുവെച്ചാണെന്ന് തോന്നുന്നു. അതിനോട് ഇത്രയ്ക്കൊരു പരുഷമായ പ്രതികരണം വേണ്ടിയിരുന്നു? എല്ലാവരും കാലത്ത് തന്നെ. ദിനേഷ്, ഇന്നിപ്പോൾ ഈ അവതാരകയോട് പ്രകോപനം ഉണ്ടാകാൻ മാത്രമുള്ള ഒരു സംഭവങ്ങളും ഇന്ന് ഈ മുഖാമുഖം പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി ആദ്യ അവസാനം ഈ പ്രസംഗത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളെല്ലാം പരാമർശിച്ചായിരുന്നു ആ പ്രസംഗം നടന്നത്. ഏറ്റവും ഒടുവിലായി ഈ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന് പിന്നാലെ ഈ അവതാരക മികച്ചൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറഞ്ഞപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രകോപനം ഉണ്ടാക്കുന്ന ക്ഷുഭിതനായുള്ള വാക്കുകളുണ്ടായത്. നമ്മൾ ആ വാക്കുകൾ കേട്ടതുമാണ്. ഈ മുഖാമുഖം പരിപാടി, ഈ സാംസ്കാരിക മുഖാമുഖം പരിപാടി നടന്ന അവസരത്തിലാണ് ഷിബു ചക്രവർത്തി ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഒരവസരം കിട്ടിയാൽ എന്തും ചോദിക്കാം എന്നാണോ എന്ന ഒരു രോഷപ്രകടനവും ഇതുപോലുള്ള ഒരു പ്രതികരണവും ഉണ്ടായത്. അപ്പോൾ ഈ മുഖാമുഖം പരിപാടിയിലെ മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്ന രണ്ടാമത്തെ അവസരമാണിത്. മുൻപ് ഈ സാധാരണഗതിയിൽ പ്രസംഗം നീണ്ടുപോകുമ്പോൾ, ഈ അവതാരകരുടെ പ്രസംഗം നീണ്ടുപോകുമ്പോൾ, സമയം കൂടുതൽ കവരുമ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ നവകേരള സദസ്സൊക്കെ നടക്കുന്ന ആ ഒരു അവസരത്തിലൊക്കെ തന്നെ കാസർഗോഡ് ഈ ഫാർമേഴ്സ് സഹകരണ സംഘത്തിൻ്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച് ഇതുപോലെ തീരുന്നൊരവസരത്തിൽ, തീരുന്നതിന് മുൻപ് ഈ അവതാരകൻ ഇടപെട്ട് ഉപഹാരം സ്വീകരിക്കുന്നതിനുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയതിൽ അന്ന് ക്ഷുഭിതനായി മുഖ്യമന്ത്രി വേദി വിട്ടിറങ്ങിപ്പോയതെല്ലാം കണ്ടതാണ്. ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പൂർണ്ണമായും പ്രസംഗിച്ച് അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ അവതാരക അവരുടെ ഭാഗം അവർ സംസാരിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രി നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ വാക്കുകൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ അടുത്ത ആളെ ക്ഷണിച്ചാൽ മതി, അമ്മാതിരിയുള്ള കമൻറ്റുകളൊന്നും വേണ്ട എന്ന് മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയാണ് ചെയ്തിരുന്നത്. ഏതായാലും ഈ മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇത്തരം ഒരു ക്ഷുഭിതനാകുന്ന ഒരു സംസാരം ഉണ്ടാകുന്നത് ഇത് രണ്ടാം തവണയാണ്. നേരത്തെ ഷിബു ചക്രവർത്തിക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ കമൻ്റ് ഉണ്ടായത്. അത് ഈ മുഖാമുഖത്തിനിടെയായിരുന്നു.